ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ മാതൃകാ ചോദ്യങ്ങൾ പരിശീലിച്ചുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഉറപ്പിച്ചാലോ? അതിനായി ടെക് PSC ഒരുക്കുന്നു ഒരു സ്പെഷ്യൽ പാക്കേജ്. കേരളത്തിലെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ തയ്യാറാക്കിയ 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മാതൃകാ പരീക്ഷകൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 499 എന്ന നിസ്സാരമായ പ്രൈസിൽ. നമുക്ക് ആദ്യം മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. First question, in CRT, the ray deflection is done with single magnetic coil, double magnetic coil, single electric field, none of the above. ഇപ്പോ കാഥോഡ് റേ ട്യൂബ് എടുക്കുകയാണെങ്കിൽ ഇത് CROയിൽ വരുന്നതാണ്. കാഥോഡ് റേ ട്യൂബ് വരുമ്പോഴത്തേക്കും റേ ഡിഫ്ലക്ഷൻ എങ്ങനെയാ നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് സിംഗിൾ കോയിൽ യൂസ് ചെയ്താണോ, ഡബിൾ കോയിൽ യൂസ് ചെയ്താണോ, സിംഗിൾ ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്താണോ, നൺ ഓഫ് ദി എബവ്. സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്താന്ന് വെച്ചാൽ, നമ്മൾ നോർമലി 2 ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ്. 2 ഡിഫ്ലക്ഷൻ പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് അതിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഡിഫ്ലക്ഷൻ അവിടെ നടക്കുന്നത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡബിൾ മാഗ്നറ്റിക് കോയിൽ. ഓക്കെ, ഡിഫ്ലക്ഷൻ ഈസ് ഡൺ വിത്ത് ഡബിൾ മാഗ്നറ്റിക് കോയിൽ. മാഗ്നറ്റിക് കോയിൽ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ പറയുന്ന പോലെ ഇലക്ട്രോഡ് ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് കോയിൽസ് യൂസ് ചെയ്യുന്നത്. അപ്പം 2 ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഹൊറിസോണ്ടൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റും വെർട്ടിക്കൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റും. സോ ആ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിനെ ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലർ ആക്കാൻ വേണ്ടിയിട്ട് 2 മാഗ്നറ്റിക് കോയിൽസ് നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. Okay. Next, ഒരു പ്രോബ്ലം ആണ്. X-axis of digital storage oscilloscope is divided into 10 divisions. Time scale is set to 10 milliseconds per division. Frequency value with single cycle that can be viewed in DSO will be. അപ്പോൾ ഫ്രീക്വൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. എക്സ് ആക്സിസ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു 10 ഡിവിഷൻസ്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് നമുക്കതിനെ n എന്ന് വേണമെങ്കിൽ എടുക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് n എടുക്കാം. അലോങ് ദ എക്സ് ആക്സിസ് നമുക്ക് 10 ഡിവിഷൻസ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് ടൈം സ്കെയിൽ ഈസ് സെറ്റ് ടു 10 മില്ലി സെക്കൻഡ്സ് പെർ ഡിവിഷൻ. അപ്പൊ ടൈം സ്കെയിൽ എന്ന് പറയുന്നത് 10 മില്ലി സെക്കൻഡ്സ് ആണ്. ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 10 മില്ലി സെക്കൻഡ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്? ആക്ച്വലി ഈ ഒരു പ്രോബ്ലത്തിൽ ടൈം സ്കെയിൽ തന്നിട്ടുണ്ട്. സോ ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്യുമ്പം ആദ്യം ടൈം പീരീഡ് കണ്ടുപിടിക്കുക, ദെൻ ഫ്രീക്വൻസി ആണ് ചോദിച്ചേക്കുന്നത്, ദെൻ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി? ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ടൈം പീരീഡ് എന്ന് പറയുന്നത് 1/f ആണ്. ഫ്രീക്വൻസി അതുപോലെ ഫ്രീക്വൻസി ക്യാൻ ബി ടേക്കൺ ആസ് 1/t. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഇവിടെ നോക്കിക്കേ, ടൈം സ്കെയിൽ എന്ന് പറഞ്ഞാൽ ടൈം എപ്പോഴും എക്സ് ആക്സിസിലാണ് വരുന്നത്. ടൈം സ്കെയിൽ 10 മില്ലി സെക്കൻഡ്സ് പെർ ഡിവിഷൻ അല്ലെ. ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 10 മില്ലി സെക്കൻഡ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എക്സ് ആക്സിസ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു എത്ര ഡിവിഷൻസ് ആണ്? 10 ഡിവിഷൻസ് ആണ്. അപ്പൊ നമുക്ക് ടൈം പെർ ഡിവിഷനിലാണ് തന്നിരിക്കുന്നത്, മില്ലി സെക്കൻഡ്സ് പെർ ഡിവിഷൻ. നമ്മൾ ആദ്യം ടൈമിനെ മില്ലി സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ടൈമിനെ എങ്ങനെയാ മില്ലി സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ടൈം ഫോർ 10 ഡിവിഷൻസ് നോട്ട് ചെയ്യണം, കണ്ടുപിടിക്കണം. ടൈം ഫോർ 10 ഡിവിഷൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻറ്റു ഈ ടൈം സ്കെയിൽ ആണ്. അപ്പൊ നമ്പർ ഓഫ് ഡിവിഷൻസ് നമുക്ക് 10 ഉണ്ട്. ഓക്കെ, നമ്പർ ഓഫ് ഡിവിഷൻസ് 10 ഉണ്ട്. ടൈം സ്കെയിൽ എന്ന് പറയുന്നത് 10 മില്ലി സെക്കൻഡ്സ് പെർ ഡിവിഷൻ. സോ 10 ഇൻറ്റു 10 നമുക്ക് എത്ര കിട്ടും? 100 മില്ലി സെക്കൻഡ്സ്. ഓക്കെ, 100 മില്ലി സെക്കൻഡ്സ് എന്നാണ് ടൈം പീരിയഡ് കിട്ടുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഫ്രീക്വൻസിയുടെ ഫോർമുല എന്താ? ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം പീരിയഡ്. അപ്പോ ടൈം പീരിയഡ് നമ്മൾ എത്രയാ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്? 100 എന്ന ടൈം പീരിയഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. സോ മില്ലി സെക്കൻഡ്സിലാണ് നമ്മൾ ഇതിനെ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പൊ മില്ലി സെക്കൻഡിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 10 raised to
-3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈം പീരീഡ് സെക്കൻഡ്സിൽ കിട്ടും. സോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/100 × 10⁻³ ഓക്കെ. ആൻഡ് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ. 1/100 × 10⁻³ അപ്പൊ 1000 ഡിവൈഡഡ് ബൈ 100 നമുക്ക് ഫ്രീക്വൻസിയുടെ ആൻസർ എത്രയാ കിട്ടുന്നത്? 10 ഹെർട്സ് എന്നായിരിക്കും ഫ്രീക്വൻസിയുടെ ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഇവിടെ എക്സ് ആക്സിസ് ഇസ് ഡിവൈഡഡ് ഇൻടു 10 ഡിവിഷൻസ്, ടൈം സ്കെയിൽ 10 milliseconds പെർ ഡിവിഷൻ എന്ന് തന്നിരിക്കുന്നു. അപ്പൊ ആദ്യം ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നു, അതിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, ദെൻ ഡയറക്ട്ലി ഫ്രീക്വൻസി ഫോർമുലയിലോട്ട് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാ ചെയ്യുന്നത്. ഇതാണ് മെത്തേഡ്. ഓക്കെ, അടുത്തത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ മാതൃകാ ചോദ്യങ്ങൾ പരിശീലിച്ചുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഉറപ്പിച്ചാലോ? അതിനായി ടെക് PSC ഒരുക്കുന്നു ഒരു സ്പെഷ്യൽ പാക്കേജ്. കേരളത്തിലെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ തയ്യാറാക്കിയ 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മാതൃകാ പരീക്ഷകൾ എന്നിവയടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 499 എന്ന നിസ്സാരമായ പ്രൈസിൽ. LVDT ഈസ് നോട്ട് ലീനിയർ. LVDT ഈ തന്നിരിക്കുന്നതില് എന്താണ് അത് ഫോൾ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് സെൻസിറ്റീവ് ടു മാഗ്നറ്റിക് ഫീൽഡ്, not feasible for very long range measurements, affected by temperature changes, suitable for applications where minimum mechanical friction is required. ഏത് ഓപ്ഷൻ ആയിരിക്കും ഈ തന്നിരിക്കുന്നതിൽ LVDT ചെയ്യാത്തത്, അല്ലെങ്കിൽ LVDTയുടെ ഒരു ഫീച്ചർ അല്ലാത്തത് ഏതായിരിക്കും? ബി ആണ്, ശരിയാണ്. ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ ഫോർ വെരി ലോങ് റേഞ്ച് മെഷർമെന്റ്സ് എന്ന് തന്നിരിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. അപ്പൊ LVDTയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആ പറഞ്ഞേക്കുന്നത്. LVDT ഇപ്പൊ ഫസ്റ്റ് നമുക്ക് പറഞ്ഞേക്കുന്ന സെൻസിറ്റീവ് ടു മാഗ്നറ്റിക് ഫീൽഡ്, നോട്ട് സെൻസിറ്റീവ് ടു മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. സോ ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു സ്ലോലി വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് വെൻ ഇൻസ്റ്റാൾ നിയർ ഹൈ കറന്റ് കേബിൾസ്. അപ്പം പിന്നെ ടെമ്പറേച്ചർ ചേഞ്ചസ് LVDTയുടെ ഔട്ട്പുട്ട് സിഗ്നലിനെ എഫക്ട് ചെയ്യുന്നു. ആൻഡ് മിനിമം മെക്കാനിക്കൽ ഫ്രിക്ഷൻ ഉള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് LVDT യൂസ് ചെയ്യുന്നത്. അപ്പോ ഇതില് റേഞ്ചിൻ്റെത് പറയുമ്പോൾ ഫീസിബിൾ ഫോർ ലോങ് റേഞ്ച് മെഷർമെന്റ്സ് എന്നാണ്, നോട്ട് ഫീസിബിൾ ഫോർ ലോങ് റേഞ്ച് മെഷർമെന്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ±2 millimeter to ±400 millimeter. അപ്പം ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ ഫോർ ലോങ് റേഞ്ച് മെഷർമെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇൻ ഹോൾ ഇഫക്റ്റ്. ഹോൾ ഇഫക്റ്റില് എന്താ നടക്കുന്നത്? വോൾട്ടേജ് ഈസ് ജനറേറ്റഡ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫ്ലക്സ് അക്രോസ് എ സെമി കണ്ടക്ടർ പ്ലേറ്റ് വിത്ത് മൂവ്മെന്റ് ഓഫ് കറന്റ് ത്രൂ ഇറ്റ്, ഇലക്ട്രോൺ എമിഷൻ ഡ്യൂ ടു ലൈറ്റ് ഇൻസിഡൻസ് ഓൺ ഫോട്ടോ എമിസീവ് സർഫസ്, വോൾട്ടേജ് ഡിഫറൻസ് is generated between two dissimilar materials that are connected at different temperatures, inductance changes of an alternating current excited coil due to change in the magnetic circuit. ഈ 4 ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ ഹോൾ ഇഫക്റ്റ് ഏതാണ്? അല്ലെങ്കിൽ ഹോൾ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ എന്താണ്? ഏതായിരിക്കും കറക്റ്റ്? ഹോൾ ഇഫക്റ്റ് എ ആണ്. അതെ, എ ആണ്. എ എന്ന് പറയുമ്പോഴത്തേക്കും വോൾട്ടേജ് ഇസ് ജനറേറ്റഡ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫ്ലക്സ് അക്രോസ് എ സെമി കണ്ടക്ടർ പ്ലേറ്റ് വിത്ത് മൂവ്മെന്റ് ഓഫ് കറന്റ് ത്രൂ ഇറ്റ്. അതാണ് ഹോൾ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ പ്രോസസ് എന്താണ്? ഇലക്ട്രോൺ എമിഷൻ ഡ്യൂ ടു ലൈറ്റ് ഇൻസിഡൻസ് ഓൺ എ ഫോട്ടോ എമിറ്റീവ് സർഫസ്. എന്ത് പ്രോസസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് ഫിനോമിനൻ ആയിരിക്കും? ബി എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. മൂന്നാമത്തെ നോക്കിക്കേ, വോൾട്ടേജ് ഡിഫറൻസ് ഇസ് ജനറേറ്റഡ് ബിറ്റ്വീൻ ടു ഡിസിമിലർ മെറ്റീരിയൽസ് ദാറ്റ് ആർ കണക്റ്റഡ് അറ്റ് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ്. ഇതെന്ത് ഇഫക്റ്റ് ആയിരിക്കും? സീബെക്ക് ഇഫക്റ്റ്. അതെ, സീബെക്ക് ഇഫക്റ്റ്. മൂന്നാമത്തത് സീബെക്ക് ഇഫക്റ്റ്. ആൻഡ് ലാസ്റ്റ് വൺ എന്തായിരിക്കും? ഇൻഡക്ടൻസ് ചേഞ്ചസ് ഓഫ് an alternating current excited coil due to change in current in the magnetic circuit. അതെന്തായിരിക്കും? നമ്മൾ സെൽഫ് ഇൻഡക്ടൻസ്, മ്യൂച്വൽ ഇൻഡക്ടൻസ് പഠിച്ചല്ലോ. സോ ആ ഒരു
സെയിം കോയിൽ ആണെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസും ഓപ്പോസിറ്റ് കോയിലിന് കാരണമാണ് എക്സൈറ്റ് ചെയ്യുന്നതെങ്കിൽ അത് മ്യൂച്വൽ ഇൻഡക്റ്റൻസും ആണ്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് ഹോൾ ഇഫക്റ്റ്. ഓക്കെ, നെക്സ്റ്റ്, which type of strain gauge has better resolution? Semiconductor strain gauge, wire strain gauge, wire and semiconductor strain gauge, none of the above. അപ്പൊ തന്നിരിക്കുന്ന സെമികണ്ടക്ടർ സ്ട്രെയിൻ ഗേജ്, യെസ്, സെമികണ്ടക്ടർ സ്ട്രെയിൻ ഗേജിനാണ് ബെറ്റർ റെസൊല്യൂഷൻ ഉള്ളത്. ഓക്കെ, അപ്പം ഇതൊരു സെമികണ്ടക്ടർ സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ സെൻസർ ആണ്. ഒരു ഒബ്ജക്റ്റിന്റെ സ്ട്രെയിൻ മെഷർ ചെയ്യാനാണ് സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്യുന്നത്. അപ്പം സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ് പീസോ റെസിസ്റ്റീവ് ഇഫക്റ്റ് യൂസ് ചെയ്തിട്ടാണ് സ്ട്രെയിൻ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ് എന്ന് പറയാൻ തന്നെ കാരണം സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് കൊണ്ടാണ് അത് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ജെർമാനിയം, സിലിക്കോൺ ഒക്കെയാണ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ്. സോ ബെറ്റർ റെസൊല്യൂഷൻ ഉള്ളത് സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ്. ഓക്കെ, അടുത്തത്, voltage sensitivity of a multimeter is 10 millivolt, internal resistance is 20 ohm, then what will be the current sensitivity? എങ്ങനെ കണ്ടുപിടിക്കാം? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി തന്നിട്ടുണ്ട്, ഇന്റേണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, കറന്റ് സെൻസിറ്റിവിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. വോൾട്ടേജും റെസിസ്റ്റൻസും ഉണ്ട്, അപ്പൊ സ്വാഭാവികമായിട്ടും കറന്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്തായിരിക്കും? I ഈക്വൽ ടു, അല്ലെങ്കിൽ കറന്റ് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു, I അല്ല, കറന്റ് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. കറന്റ് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, കറന്റ് സെൻസിറ്റിവിറ്റി ഇസ് ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ടു ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പൊ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി നമുക്ക് മില്ലി വോൾട്ടിലാണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ മില്ലി വോൾട്ടും റെസിസ്റ്റൻസ് ഓമിലുമാണ് തന്നേക്കുന്നത്. അപ്പൊ ഇതിന് നേരെ എന്ത് ചെയ്യുക? വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പൊ മില്ലി വോൾട്ടിനെ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 10 into 500 മൈക്രോ ആംപിയർ. യെസ്, 500 മൈക്രോ ആംപിയർ ആണ് ആൻസർ. 10 into 10⁻³ ഡിവൈഡഡ് ബൈ 20. ഓക്കെ, അപ്പൊ നമുക്ക് 0.5 മില്ലി ആംപിയർ എന്ന് കിട്ടും. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ മാതൃകാ ചോദ്യങ്ങൾ പരിശീലിച്ചുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഉറപ്പിച്ചാലോ? അതിനായി ടെക് PSC ഒരുക്കുന്നു ഒരു സ്പെഷ്യൽ പാക്കേജ്. കേരളത്തിലെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ തയ്യാറാക്കിയ 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മാതൃകാ പരീക്ഷകൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 499 എന്ന നിസ്സാരമായ പ്രൈസിൽ. 0.5 മില്ലി ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 500 മൈക്രോ ആംപിയർ. യൂണിറ്റ് കറക്റ്റ് ആയിട്ട്, യൂണിറ്റ് കൺവേർഷൻസ് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക. ഓക്കെ, ഈ ഒരു രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. നെക്സ്റ്റ്, when an ohmmeter is used for testing a good diode, what is the indication in ohmmeter? നമ്മൾ ohmmeter യൂസ് ചെയ്ത് ഡയോഡ് ടെസ്റ്റ് ചെയ്യുവാണ്. ആ സമയത്ത് ohmmeterന്റെ ഇൻഡിക്കേഷൻ എന്താണ്? ഹൈ റെസിസ്റ്റൻസ് when reverse biased, low resistance when forward biased, low resistance when forward biased or reverse biased, high resistance when forward biased, forward or reverse biased, and high resistance when forward biased and low resistance when reverse biased. ഏതായിരിക്കും? ohmmeter ഡയോഡ് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ എ, ഹൈ റെസിസ്റ്റൻസ് വെൻ റിവേഴ്സ് ബയസ്ഡ് ആൻഡ് ലോ റെസിസ്റ്റൻസ് വെൻ ഫോർവേഡ് ബയസ്ഡ്. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് യൂസ് ടു മെഷർ റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാത്തത് ഏതാണ്? വോൾട്ടേജ്, വോൾട്ട്മീറ്റർ, അമ്മീറ്റർ, ഓമീറ്റർ, ഡബിൾ ബ്രിഡ്ജ്, കെൽവിൻ ഡബിൾ ബ്രിഡ്ജ്, മാക്സ്വെൽ ബ്രിഡ്ജ്. മാക്സ്വെൽ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്? മാക്സ്വെൽ ബ്രിഡ്ജ് ഇൻഡക്ടൻസ്, യെസ്, ഇൻഡക്ടൻസ് മെഷർമെന്റിനാണ് മാക്സ്വെൽ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഇനി, to measure high current in the range of 600 degrees Celsius, which of the following metal based RTD is used? ഏത് RTD ആയിരിക്കും യൂസ് ചെയ്യുന്നത്? നിക്കൽ, കോപ്പർ, പ്ലാറ്റിനം, ഗോൾഡ്.
high temperature measurement. നിക്കലാണോ? പ്ലാറ്റിനം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാറ്റിനം RTD ആണ്, മെറ്റൽ ബേസ്ഡ് RTD യൂസ് ടു മെഷർ ടെമ്പറേച്ചേഴ്സ് ഇൻ ദ റേഞ്ച് ഓഫ് 600 ഡിഗ്രി സെൽഷ്യസ്. RTD എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. RTD റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ അല്ലെ. അപ്പം RTD നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല്, ഇപ്പം അതൊരു ടെമ്പറേച്ചർ ഡിറ്റക്ടർ ആണ്. എന്ന് വെച്ചാല് എങ്ങനെയാ, ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് അല്ല, എന്താണ്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് RTDs യൂസ് ചെയ്യുന്നത്. അതായത് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിക്റ്റേറ്റർ ആണ്. അപ്പൊ ടെമ്പറേച്ചർ ആയിരിക്കും അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പം ഏതൊരു ഡിവൈസിന്റെയും ടെമ്പറേച്ചർ ഡിക്റ്റേറ്റ് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ടെമ്പറേച്ചർ എങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന്റെ റെസിസ്റ്റൻസ് വേരിയേഷനെ ബേസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളത് ഡിക്റ്റേറ്റ് ചെയ്യാനാണ് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RTDs യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് NTC PTC ലൈറ്റ് എന്ന ഡിഫറൻസ് അത് സെയിം ഇതിൽ കാറ്റഗറി പെടുന്നതാണോ? ഇത് ഏതാ NTC? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന അതാ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് മെറ്റീരിയൽസ് കാണുമല്ലോ, കണ്ടക്ടർ മെറ്റീരിയൽസ് കാണുമല്ലോ, അപ്പം അതിന്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് വെച്ചിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. Next, ideal voltage source should have zero source resistance or infinite. അപ്പം ഇത് നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, ഐഡിയൽ കറണ്ട് സോഴ്സും ഉണ്ട്, ഐഡിയൽ വോൾട്ടേജ് സോഴ്സും ഉണ്ട്. സോ അതിൽ കൺഫ്യൂഷൻ വരരുത്. ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ്, അല്ലെങ്കിൽ യൂഷ്വലി ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന് സീറോ സോഴ്സ് റെസിസ്റ്റൻസും ഐഡിയൽ കറണ്ട് സോഴ്സിന് ഇൻഫൈനൈറ്റ് സോഴ്സ് റെസിസ്റ്റൻസുമാണ് വരുന്നത്. ഓക്കെ, അപ്പം ഐഡിയൽ കറണ്ട് സോഴ്സിന് ഇൻഫൈനൈറ്റ് സോഴ്സ് റെസിസ്റ്റൻസും വോൾട്ടേജ് സോഴ്സിന് സീറോ സോഴ്സ് റെസിസ്റ്റൻസുമാണ് വരുന്നത്. നെക്സ്റ്റ്, മെഗർ is used for measuring high voltage, high resistance, high insulation resistance മെഷർ ചെയ്യാനാണ് മെഗർ യൂസ് ചെയ്യുന്നത്. അതൊരു ഇൻസുലേഷൻ ടെസ്റ്റർ ആണ്. അപ്പൊ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഗർ യൂസ് ചെയ്യുന്നത്. ഇനി ഗേജ് ഫാക്ടർ. വാട്ട് ഡസ് ദ ടേം ഗേജ് ഫാക്ടർ റിപ്രസെന്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്ട്രെയിൻ ഗേജ്? സ്ട്രെയിൻ ഗേജിൽ ഗെയിൻ ഫാക്ടർ എന്താണ്? Temperature coefficient of strain gauge, sensitivity of strain gauge to mechanical strain, resistance of strain gauge in ohm, manufacturing tolerance of strain gauge. എന്തായിരിക്കും ഗേജ് ഫാക്ടർ? എന്തിനായിരിക്കും റീപ്രസെന്റ് ചെയ്യുന്നത്? The sensitivity of the strain gauge to mechanical strain. അതെ, ഓപ്ഷൻ ബി ആണ് സെൻസിറ്റിവിറ്റി ഓഫ് ദി സ്ട്രെയിൻ ഗേജ് ടു മെക്കാനിക്കൽ സ്ട്രെയിൻ. അതാണ് ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ഡെൽറ്റ R/R ഡെൽറ്റ L/L എന്നൊരു ഫോമുലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതാണ് ഗേജ് ഫാക്ടറിന്റെ ഫോമുല. അപ്പം ഇറ്റ് ഈസ് എന്താണ്, ഇറ്റ് റിപ്രസെന്റ്സ് എന്താണ്, സെൻസിറ്റിവിറ്റി ഓഫ് സ്ട്രെയിൻ ഗേജ് ടു മെക്കാനിക്കൽ സ്ട്രെയിൻ. ഇവിടെ ഉണ്ട് ഗെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു ഫോമുല യൂസ് ചെയ്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, മൂവിംഗ് അയൺ മീറ്റർ can be used to measure AC only, DC only, both AC and DC, none of them. Both AC and DC measurements. Yes, both AC and DC measurements. Moving iron meter AC യും DC മെഷർ ചെയ്യാൻ യൂസ് ചെയ്യും. അതേസമയം മൂവിംഗ് കോയിൽ മീറ്റേഴ്സ് ആണെങ്കിൽ DC ക്ക് മാത്രമേ യൂസ് ചെയ്യൂ. Which of the following is not a safety precaution with respect to അയൺ മീറ്ററിന്റെ എന്താണ് ഈ അയൺ മീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ അറിയില്ല. അയ്യോ, അത് കുറച്ച് കോൺസെപ്റ്റ് എന്താണ്, നമ്മളിപ്പം മാഗ്നറ്റ് എന്താണ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ രണ്ടല്ല ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സും മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സും. അപ്പോ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ AC-യും DC-യും മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാം. നമ്മൾ MCMI മീറ്റേഴ്സ് എന്നൊക്കെ പറയും മെഷർമെന്റ്സിൽ. മൂവിംഗ് കോയിൽ, മൂവിംഗ് അയൺ മീറ്റേഴ്സ്. അപ്പൊ മൂവിംഗ് കോയിലല്ലേ യൂസ് ചെയ്യുക? ഏതാ ഇതിൽ? അതായത് പ്രിൻസിപ്പിൾ എങ്ങനെയാണ്? ഈ മാഗ്നറ്റിക് ഫീൽഡ് അത് തന്നെയാണോ അല്ലെങ്കിൽ?
ഒരു സോഫ്റ്റ് അയൺ കോർ യൂസ് ചെയ്യും, അത് ഇലക്ട്രിക്കൽ വാല്യൂവിനെ മെക്കാനിക്കൽ മെഷർമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, അത് നമുക്ക് സ്കെയിലിൽ അത് റിഫ്ലക്ട് ചെയ്യും, ആ ഒരു റീഡിംഗ് നമുക്ക് സ്കെയിലിൽ കാണിക്കും, ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ. ഒരു അയൺ കോർ ഉണ്ടായിരിക്കും, അതിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഈ ഇലക്ട്രിക് വാല്യൂവിനെ മെക്കാനിക്കൽ വാല്യൂ ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ശരി. പിന്നെ അട്രാക്ഷൻ ടൈപ്പ്, ഡിഫ്ലക്ഷൻ, റിപ്പൽഷൻ ടൈപ്പ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഏതാണോ റിക്വയർമെന്റ് അതിനനുസരിച്ചാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് അങ്ങ് പോകുന്നത്. ഓക്കെ ഓക്കെ. ഓക്കെ. നോട്ട് എ സേഫ്റ്റി പ്രിക്കോഷൻ വിത്ത് റെസ്പെക്ട് ടു എ മൾട്ടിമീറ്റർ. use ohmmeter section on active circuit. യെസ്, ഓപ്ഷൻ ബി ആണ്, യൂസ് ഓമീറ്റർ സെക്ഷൻ ഓൺ ആക്റ്റീവ് സർക്യൂട്ട്. നോട്ട് എ സേഫ്റ്റി പ്രിക്കോഷൻ ആണ്. അപ്പൊ ബാക്കിയെല്ലാം സേഫ്റ്റി പ്രിക്കോഷൻസിൽ വരുന്നതാണ്. ഓപ്ഷൻ ബി മാത്രം ആ സേഫ്റ്റി പ്രിക്കോഷനിൽ വരുന്നതല്ല. സോ അവോയ്ഡ് ടച്ചിങ് എക്സ്പോസ് മെറ്റൽ കിറ്റ്സ് ഓർ ടിപ്സ് ഓഫ് ടെസ്റ്റ് ബ്രോ. നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. ഒരിക്കലും അമീറ്റർ സെക്ഷനെ വോൾട്ടേജ് സോഴ്സിന് പാരലായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും സർട്ടൺ സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ആക്സിഡന്റലി ഷോക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആണ് നോട്ട് എ സേഫ്റ്റി പ്രിക്കോഷൻ. നെക്സ്റ്റ്, if basic 1 milliampere meter has a coil resistance of 100 ohm, what value of multiplier resistances need to measure 100 volt? അപ്പൊ ഇത് റേഞ്ച് എക്സ്റ്റൻഷനിൽ വരുന്നതാണ്. മീറ്റേഴ്സിന്റെ റേഞ്ച് എക്സ്റ്റൻഷനിൽ വരുന്ന, അതിനെ ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലം ആണ്. അപ്പൊ 1 milliampere അമീറ്ററിന്റെ റെസിസ്റ്റൻസ് 100 ohm ആണ്. അപ്പോൾ എത്ര മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് യൂസ് ചെയ്താലാണ് നമുക്ക് 100 വോൾട്ട് മെഷർ ചെയ്യാൻ പറ്റുക? ഓക്കെ, 100 വോൾട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ വോൾട്ടേജ് ഫസ്റ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് മൾട്ടിപ്ലയറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, എന്നിട്ട് എത്ര റെസിസ്റ്റൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതായത് ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്, റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ട് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത് റേഞ്ച് എക്സ്റ്റൻഷൻ നമ്മൾ അച്ചീവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു 1 milliampere അമീറ്റർ ആണ് തന്നിട്ടുള്ളത്, അതിന്റെ റെസിസ്റ്റൻസ് 100 ohm ആണ്. അപ്പോ 100 വോൾട്ട് മെഷർ ചെയ്യാൻ നമ്മൾ എത്ര റെസിസ്റ്റർ ആണ് കണക്ട് ചെയ്യേണ്ടത്, എത്ര അഡീഷണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എത്ര മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് എത്ര വേണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ വോൾട്ടേജ് കണ്ടുപിടിക്കാം. തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? 1 milliampere കറണ്ടും കറണ്ട് മീറ്ററും അതിന്റെ റെസിസ്റ്റൻസ് 100 ohm ആണ്. അപ്പൊ ഈ രണ്ട് വാല്യൂം വെച്ചിട്ട് നമ്മൾ വോൾട്ടേജ് കണ്ടുപിടിക്കണം, മീറ്ററിന്റെ വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പൊ വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്ത് വോൾട്ടേജ് കണ്ടുപിടിക്കാം. അപ്പൊ കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 1 milliampere. അപ്പം ദാറ്റ് ഇസ് 1 × 10⁻³ ആംപിയർ ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ആണ്. സോ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 0.1 വോൾട്ട് എന്ന് കിട്ടും. ഇനി മൾട്ടിപ്ലയറിന്റെ ആ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. എം എന്ന് പറയുന്നത് വി ഡിവൈഡഡ് ബൈ വി എം ആണ്. അപ്പോൾ വി എന്ന് പറയുന്നത് നമുക്ക് എത്ര വോൾട്ടേജ് ആണോ മെഷർ ചെയ്യേണ്ടത് അതാണ് വി എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, വോൾട്ടേജ് ടു ബി മെഷർഡ്, ഇത് മീറ്റർ റെസിസ്റ്റൻസ്, മീറ്റർ വോൾട്ടേജ്. അപ്പോൾ വോൾട്ടേജ് ടു ബി മെഷർഡ് 100 ആണ്. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് 0.1 ആണ്. അപ്പൊ 100 ബൈ 0.1 ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്ലയർ വാല്യൂ 1000 എന്ന് കിട്ടും. ഇനി എത്ര റെസിസ്റ്റൻസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര റെസിസ്റ്റൻസ് ആണ് നമ്മൾ അഡീഷണലി കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ആ സീരീസ് റെസിസ്റ്റൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത് RC is equal to RM into M - 1. RM എന്ന് പറയുന്നത് മീറ്റർ റെസിസ്റ്റൻസ്, M ഈ മൾട്ടിപ്ലയർ വാല്യൂ -1. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 99,900 ohm എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു 1 milliampere മീറ്ററിനെ 100 വോൾട്ട് മെഷർ ചെയ്യാൻ നമുക്ക് എങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. ഷണ്ട് ആൻഡ് മൾട്ടിപ്ലയറിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത് കൊണ്ട് RC ഈക്വൽ ടു RM ഇൻറ്റു M - 1. സപ്പോസ് നമ്മൾ പാരലലി ആണ് കണക്ട് ചെയ്യുന്നുവെങ്കിൽ അത് ഷണ്ട് റെസിസ്റ്റർ RSH ആണ്. RSH കണ്ടുപിടിക്കേണ്ട ഫോർമുല RM ഡിവൈഡഡ് ബൈ M - 1. അപ്പം അതിന്റെ ഒരു പ്രോബ്ലം ഞാൻ ഇട്ടിട്ടുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്തത്, which of the following statement is correct about moving coil instrument?
അപ്പം ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഓൺ DC സപ്ലൈ, ദേ ഹാവ് ഹൈ പവർ കൺസംഷൻ. രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് കറക്റ്റ്? രണ്ടും കറക്റ്റ് അല്ല. നൈദർ 1 or 2, only 2, both 1 and 2, only 1. അപ്പൊ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പം ഏതായിരിക്കും കറക്റ്റ് ആൻസർ? Only one. Yes, only 1. കാരണം പവർ കൺസംഷൻ ലോ ആണ്. ഓക്കെ, മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിന്റെ പവർ കൺസംഷൻ ലോ ആണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഓൺ DC സപ്ലൈ. അപ്പൊ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് DC മെഷർമെന്റിനും, അയൺ ഇൻസ്ട്രുമെന്റ് നോർമലി നമ്മൾ AC എന്ന് പറയും, പക്ഷെ നമ്മൾ അതിന് DCയും മെഷർ ചെയ്യാനും ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഈ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ കറക്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ DC current and it can be used to, moving iron instrument can be used to measure both AC and DC quantities. So ഇത് DC മാത്രമേ മെഷർ ചെയ്യുള്ളൂ. പവർ റേഞ്ച് ഇവിടെ പറയുന്നത് ഹൈ പവർ കൺസംഷൻ എന്നാണ്, പക്ഷേ ലോ പവർ കൺസംഷൻ ആണ് MC ഇൻസ്ട്രുമെന്റിന് വരുന്നത്. നെക്സ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് വാട്ട്മീറ്ററിന്റെ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഇലക്ട്രോസ്റ്റാറ്റിക് വാട്ട്മീറ്റർ? These instruments are based on the fact that electric force exists between charge plates or objects. Deflecting torque is very small for low voltage. So statement 1 and 2 correct എന്ന് പറയുന്നു. State only 1, neither 1 nor 2, only 2. Both 1 and 2. Yes, both 1 and 2. Both 1 and 2. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് വാട്ട് മീറ്റേഴ്സ് എന്താണ് അതിന് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് സ്മോൾ വോൾട്ടേജ് വാല്യൂന് വളരെ ലോ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ഇലക്ട്രിക് ഫോഴ്സ് ഇസ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ ചാർജ് പ്ലേറ്റ്സ്. ഓക്കെ, അപ്പം രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. വിച്ച് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്? Multimeter. ഇൻഡിക്കേറ്റിംഗ് റെക്ടിഫയർ. വാട്ട് മീറ്റർ ഇൻഡിക്കേറ്റിംഗ് ആണ്, അമ്മീറ്റർ ഇൻഡിക്കേറ്റിംഗ് ആണ്, വോൾട്ട് മീറ്ററും ഇൻഡിക്കേറ്റിംഗ് ആണ്. റെക്ടിഫയർ മാത്രമേ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് അല്ലാതെ ഉള്ളൂ. റെക്ടിഫയറിന്റെ ഫംഗ്ഷൻ എന്താ? AC DC ആക്കുന്നു. യെസ്, റെക്ടിഫയർ AC DC ആക്കി കൺവേർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. വാട്ട് മീറ്റർ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്, പവർ മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്, പവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അമ്മീറ്റർ കറന്റ് മെഷറിംഗ് ഡിവൈസും, വോൾട്ട് മീറ്റർ വോൾട്ടേജ് മെഷറിംഗ് ഡിവൈസും ആണ്. Which of the following instrument directly measure resistance? Ohmmeter. Ohmmeter. അമ്മീറ്ററും വാട്ട് മീറ്ററും വോൾട്ട് മീറ്ററും ഒന്നും ഡയറക്ട്ലി നമുക്ക് റെസിസ്റ്റൻസ് മെഷർ ചെയ്ത് അത് യൂസ് ചെയ്ത് കിട്ടത്തില്ല. ഓമീറ്റർ യൂസ് ചെയ്താണ് ഡയറക്ട്ലി നമുക്ക് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റുക. ഇതും റേഞ്ച് എക്സ്റ്റൻഷന്റെ ഒരു പ്രോബ്ലം ആണ്. റേഞ്ച് ഓഫ് 1 milliampere meter is changed to a 10 milliampere meter. Moving coil of a meter has resistance of 36 ohm. What is the value of resistance to be connected in parallel? അപ്പോൾ ഇവിടെ അമ്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റൻഷൻ ആണ് പറയുന്നത്. സോ അമ്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ റെസിസ്റ്റൻസ് പാരലലി അല്ലെങ്കിൽ ഷണ്ട് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പാരലലി ആയിട്ടായിരിക്കും, മീറ്ററിന് പാരലൽ ആയിട്ടായിരിക്കും റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എത്ര വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പ്രോബ്ലം ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞായിരുന്നു, ഷണ്ട് RSH ആണ് നമ്മൾ RSH ആണ് കണ്ടുപിടിക്കണമെങ്കിൽ RM/m-1 ആണ് ഫോർമുല. ഓക്കെ, RSH കണ്ടുപിടിക്കേണ്ട ഫോർമുല, അതായത് ഷണ്ട് റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ പാരലൽ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് RM, അതായത് മീറ്ററിന്റെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ m-1. RM/m-1 ഈ ഫോർമുല യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര റെസിസ്റ്റൻസ് ആണോ പാരലലി കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോ ഇവിടെ RM/m-1, RM ഓൾറെഡി തന്നിട്ടുണ്ട്. മീറ്ററിന്റെ റെസിസ്റ്റൻസ് 36 ohm, RM എന്നുള്ളത് 36 ohm നമുക്ക് തന്നിട്ടുണ്ട്. ഇനി M കണ്ടുപിടിക്കണമല്ലോ. M എന്ന് പറയുന്നത് എന്താ? മൾട്ടിപ്ലൈയിങ് വാല്യൂ അല്ലെങ്കിൽ മൾട്ടിപ്ലയർ വാല്യൂ. അപ്പൊ M നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? I/Im ആ ഫോർമുല യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഡയറക്ട്ലി തന്നെ എടുക്കാം. 1 milliampere 10 milliampere ആക്കിയാ മാറ്റുന്നത്. സോ 10-1 ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ I/Im ചെയ്യാം. ഓക്കെ, I/Im എന്ന് പറയുന്നത് 10/1. അഗൈൻ നമുക്ക് 10 കിട്ടും. 10-1 നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം.
ഓക്കെ, അപ്പോ എം നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? എം കണ്ടുപിടിക്കേണ്ടത് I/I. നമ്മൾ നേരത്തെ വോൾട്ട് മീറ്ററിനും വോൾട്ടേജ് ആയിട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് വാല്യൂ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കറണ്ടിന്റെ റേഞ്ച് വേരി ചെയ്യാൻ വേണ്ടിയിട്ട് എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് എം ഈസ് ഈക്വൽ ടു I/I. അപ്പൊ ഇവിടെ I എന്ന് പറയുന്നത് 10ഉം I എന്ന് പറയുന്നത് മീറ്ററിന്റെ റേഞ്ച് അല്ലെങ്കിൽ മീറ്ററിന്റെ കറണ്ട് 1ഉമാണ്. അപ്പൊ 10/1 നമുക്ക് 10 - 1 എന്നായിരിക്കും കേട്ടത്. ഓക്കെ. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28-ന്. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാൻ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ടെക് PSCയുടെ എക്സ്പേർട്ട് ആൻഡ് എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ടീമിന്റെ സപ്പോർട്ടോടെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ ആരംഭിക്കാം. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഒരു ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളുടെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000ഓളം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ് എന്നീ സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും 999 എന്ന നിസ്സാരമായ പ്രൈസിലും. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.